ഇന്ന് നമ്മളുള്ളത് പാലക്കാട് തന്നെയാണ്. പാലക്കാടുള്ള കൂട്ടുകാരൻ ഗ്രൂപ്പിൻ്റെ പോപ്പുലർ യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കോഴിക്കോട്, അതായത് പാലക്കാട് കോഴിക്കോട് ബൈപ്പാസിൽ ട്രിനിറ്റി ഹോസ്പിറ്റൽ വരുന്നുണ്ട്. പാലക്കാട് ട്രിനിറ്റി ഐ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു യൂസ്ഡ് കാർ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു 25 വാഹനങ്ങളോളം ഇവിടെയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇവിടെയുള്ള വാഹനങ്ങൾ ഡീറ്റെയിൽസുകളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്ത് കാണണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നതിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അധികം ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഇവിടെയുള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽസുകളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പോപ്പുലർ യൂസ്ഡ് കാർസിലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസുകളൊക്കെ പറഞ്ഞു തരാനായിട്ട് സന്തോഷ് പ്രോ ആണ് നമ്മുടെ കൂടെയുള്ളത്. സന്തോഷ് പ്രോ, വെൽക്കം ടു യുവർ ചാനൽ. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യത്തെ വാഹനത്തിലേക്ക് കിടക്കാമല്ലേ? അൾട്ടോ 800 ആണല്ലേ? ഇത് ഓൾട്ടോ 800 ആണ്. ഏതാണ് ഇയർ വരുന്നത്? ഇത് 2014 മോഡൽ വരും. 14 VXI ആണോ? VXI ആണ്, സിംഗിൾ RC ആണ്. 29,000 കിലോമീറ്റർ ഓടി. 29,000 അത്ര ഓടി. ചെറിയ ഓട്ടോ ആണല്ലേ? ചെറിയ ഓട്ടോ ആണ്. ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിൻ കിലോമീറ്റർ. 2014 മോഡലാണ്, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇല്ല, ജെനുവിൻ കിലോമീറ്റർ ആണ്. നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നുള്ളൂ. ഓക്കെ, വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ടയറൊക്കെ 29,000 ഓടിയ ടയർ, ഫസ്റ്റ് ടയർ തന്നെയാണ്. ഓക്കെ, അപ്പം ഒരു 14 കിലോമീറ്റർ ഓടിയൊക്കെ ഓടാനുള്ള ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ എങ്ങനെയാണ് വില? എങ്ങനെയാണ് പ്രൈസ്? വലിയൊരു പ്രൈസ് ഒന്നും വരുന്നില്ല. ഇതിനാവുമ്പോ ഒരു 245 ആ റേഞ്ച് വരുന്നു. 2,40,000 രൂപ. ഓക്കെ, നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഏതൊക്കെ ബാങ്ക് അവിടെ ലോൺ ചെയ്യുന്നത്? നമ്മളിപ്പോ ഇവിടെ നമുക്ക് ഒരുപാട് ബാങ്കുകൾ ടൈപ്പ് ഉണ്ടല്ലേ? കോട്ടക് മഹീന്ദ്ര ഉണ്ട്, മഹീന്ദ്ര, ചോളമണ്ഡലം, ഒരുപാട് HDFC എല്ലാവരുടെയും നമ്മൾ ചെയ്യുന്നില്ല. അതായത് ബാങ്കും പ്രൈവറ്റ് ഫിനാൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ആൾട്ടോ 800 ആണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര ലോണൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിന്റെ IDV വാല്യൂടെ മാക്സിമം ഒരു 100% വരെ ലോൺ ചെയ്യുന്ന ടീംസും ഉണ്ട്. ഒരു 85% വരെ ചെയ്യുന്ന. എന്തായാലും ഒരു 1.80 റേഞ്ചിലൊക്കെ നമുക്ക് ലോൺ പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. അടുത്തത് ഒരു ഹുണ്ടായിയുടെ വണ്ടിയാണല്ലേ? അതെ, ഹുണ്ടായി സാൻഡ്രോസിംഗ് അല്ലേ? അതെ, ഇത് സാൻഡ്രോ ആണ്, ന്യൂ ടൈപ്പ് സാൻഡ്രോ. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2019 എറാ പ്ലസ് ആണ്. 19 മോഡലാണല്ലേ? അതെ, 19 മോഡൽ. ജസ്റ്റ് 2 കൊല്ലം മാത്രമേ പഴക്കമുള്ളൂ. എറാ പ്ലസ് എന്ന് പറയുമ്പോൾ ബേസ് മോഡലാണോ? അതെ, ബേസ് മോഡലിനായിട്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്, എത്ര ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഇത് സിംഗിൾ RC തന്നെയാണ്. 43,000 കിലോമീറ്റർ ഓടി. 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് ഏകദേശം ഒരു 4,05,000 രൂപ വരും. 4,05,000 രൂപ. നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? ചെറിയൊരു മാറ്റം നീ ചെയ്ത് കൊടുക്കാം. നമുക്ക് ലോണൊക്കെ എത്ര ചെയ്യാൻ പറ്റും? ലോണും സെയിം, ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഒരു IDVയുടെ 85-92% റേഞ്ചിൽ ചെയ്യാൻ പറ്റുമല്ലേ? പിന്നെ നിങ്ങൾ ഇവിടുന്ന് ഈ പോപ്പുലർ യൂസ്ഡ് കാർസ് എടുക്കുന്ന വണ്ടിയൊക്കെ വാറണ്ടിയോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടോ? വാറണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ വണ്ടിയും മാരുതി വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ പോപ്പുലർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നോൺ മാരുതി വണ്ടിയാണ്. ഇതിന് മാരുതി വാറണ്ടി കിട്ടില്ല. ഓക്കെ, ഈ വണ്ടികൾക്ക് പോപ്പുലർ വാറണ്ടി ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ഇയർ ആണ് വാറണ്ടി കൊടുക്കുന്നത്? 1 ഇയർ വരെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ വണ്ടിക്കൊക്കെ എന്തായാലും 1 ഇയർ വാറണ്ടി കിട്ടും? അതെ, പോപ്പുലർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ? റേറ്റ് ഒരു ചെറിയ മാറ്റം നീ ചെയ്തു തരാം. കാരണം നമ്മൾ പുറത്തുള്ള വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ അടുത്തുള്ള ഡീലർഷിപ്പുകളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പ്രൈസ് ഇത്തിരി കുറവാണ്. കാരണം കൂട്ടി പറഞ്ഞിട്ട് പിന്നീട് കുറയ്ക്കുന്ന ആ ഒരു സിസ്റ്റം ഇല്ല. ഓക്കെ, അല്ല കുറച്ചിട്ടാണ് പൊതുവെ ആളുകളുടെ മനസ്സിലൊരു ധാരണ ട്രൂ വാല്യൂയിൽ വില കൂടുതലാണെന്നാണ്. എന്തായാലും ഇവിടുന്ന് വാങ്ങിക്കുന്ന വണ്ടി വിശ്വസിച്ച് വാങ്ങാൻ പറ്റും. ആ ഒരു അഷുറൻസ് നിങ്ങൾക്ക് എന്തായാലും കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. അടുത്തതൊരു 7 സീറ്റർ വാഹനമാണ്. മാരുതി സുസുക്കിയുടെ എർട്ടിഗ എന്ന മോഡലാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2018 മോഡൽ VXI ആണ്. VXI, അതെ, 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ RC തന്നെയാണ്. ഇത് 21,000 ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇതും നമ്മൾ മാരുതി 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്, 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടയർ 21,000 കിലോമീറ്റർ ഓടിയ ടയറാണ്. ഫസ്റ്റ് ടയർ തന്നെയാണ് കിടക്കുന്നത്. വേറെ എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസോ? ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ഈ ആക്സിഡന്റ് ആയ വാഹനങ്ങൾ നിങ്ങളിവിടെ എടുക്കാറുണ്ട്. ഒരുപാട് ഒരു ടോട്ടൽ ലോസ് വണ്ടികളൊന്നും നമ്മൾ എടുക്കില്ല. ഒരു ലൈറ്റ് ആയിട്ടുള്ള ആക്സിഡന്റ്, അതായത് ഫ്രണ്ട് ബോണറ്റോ ഒരു ഡോറൊക്കെ മാറിയ വണ്ടികളൊക്കെ നമ്മൾ എടുക്കും. പക്ഷെ നിങ്ങൾ വിൽക്കുന്ന സമയത്ത് പറഞ്ഞിട്ടേ കൊടുക്കും. റീപ്ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ, എങ്ങനെയാണ് ഈ വാഹനത്തിന്റെ റേറ്റ്? ഇതാവുമ്പോ നമുക്കൊരു 7,90,000 വരും. 7,90,000 രൂപ. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ? നെഗോഷ്യബിൾ ആണ്. KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ. വേറെ ബോഡിയുടെ മുകളിലൊന്നും കാര്യമായിട്ടുള്ള പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഇല്ല. ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. മാരുതി സുസുക്കിയുടെ സെലീറിയോ എന്ന ഹാച്ച് ബാക്ക് ആണല്ലേ? അതെ, മാനുവൽ അല്ലേ? ഓട്ടോമാറ്റിക് മാനുവൽ. അപ്പോൾ എങ്ങനെയാണ് ബാക്കി ഡീറ്റെയിൽസ്? ഇത് സെലേറിയോ VXI 2014 സിംഗിൾ RC തന്നെയാണ്. ഇതും 69,000 കിലോമീറ്റർ വരെ ഓടി. 2014 മോഡൽ. 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? ഓക്കെ, വേറെ ആക്സിഡന്റോ റീപ്ലേസോ അതൊന്നുമില്ല? അങ്ങനത്തെ ഒന്നുമില്ല. KL9 ഇവിടുത്തെ പാലക്കാട് രജിസ്ട്രേഷൻ തന്നെയാണ്.
മൊത്തത്തിൽ വേറെ വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ബോഡിയുടെ മുകളിലൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് വില എങ്ങനെയാണ്? ഇതാകുമ്പോൾ ഒരു 360-65 ആ ഒരു റേഞ്ചാണ്. ഓക്കെ, നമുക്ക് ലോൺ ആണെങ്കിൽ ഒരു 3 ലക്ഷം രൂപ വരെയൊക്കെ ലോൺ ട്രൈ ചെയ്യാമല്ലോ അല്ലേ? ലോൺ ട്രൈ ചെയ്യാം. VXi എന്ന് പറയുമ്പോൾ നമുക്ക് AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, എയർ ബാഗ് ഒന്നും വരുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത മോഡലേ പോകാം. അൾട്ടോ എന്ന മോഡലാണ് അടുത്തത്. KL8 തൃശ്ശൂർ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2011 സിംഗിൾ RC തന്നെയാണ്. 70,000 കിലോമീറ്റർ ഓടി. 70,000. ഓൾട്ടോ LXi ആണ് വണ്ടി. AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. ഓക്കെ, സിംഗിൾ RC ആണ്. 70,000 കിലോമീറ്റർ ആണ്. ടയറിന്റെ നിലവാരമൊക്കെ ആവറേജിന് മുകളിലുണ്ടല്ലേ? ആ ടയർ എല്ലാം ഫ്രഷ് ആണ്. ചെറിയ 90 ആകുമ്പോൾ നമുക്ക് എന്തായാലും ടയറും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ബോഡിയുടെ മുകളിലൊന്നും വലിയ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. റീപെയിന്റ് ആണോ വണ്ടി? റീപെയിന്റ് ഇല്ലല്ല. റീപെയിന്റ് ഇല്ലല്ലേ? അത്യാവശ്യം വൃത്തിയിൽ സൂക്ഷിച്ച വണ്ടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, വേറെ പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റോ റീപെയിന്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വണ്ടി നീറ്റ് വണ്ടിയാണ്. അപ്പോൾ എങ്ങനെയാണ് വില? എങ്ങനെയാണ് ഇത്? ഒരു 190 ആ റേഞ്ച് വരും. 190. 2011 മോഡൽ LXi. വില കുറച്ച് കൂടുതലാണോ? ഈ വണ്ടിക്ക് കുറച്ച് കൂടുതൽ തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ വെൽ മൈൻഡഡ് വെഹിക്കിൾ ആയതുകൊണ്ട്. അതെ, തീർച്ചയായിട്ടും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വില കൂടുതലാണോ എന്നുള്ളത്. 190 എന്ന് പറയുന്നത് മാർക്കറ്റ് വിലേനെക്കാട്ടും കുറച്ചൊരു കൂടുതലാണ്. പക്ഷെ അനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാം. ഓക്കെ, നമുക്ക് ഈ വണ്ടിക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ഈ വണ്ടിക്ക് ലോൺ ചെയ്യാം. പ്രൈവറ്റ് ഫിനാൻസ് ചെയ്യാം. മഹീന്ദ്ര, ചോളമണ്ഡലം ഇവരൊക്കെ ഏകദേശം ഒരു 1 lakh ഒക്കെ എന്തായാലും ലോൺ കിട്ടിയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത മോഡലിൽ മാരുതി സുസുക്കിയുടെ ന്യൂ ഷേപ്പിലുള്ള വാഗണറാണ് അടുത്തത്. ബ്ലൂ കളറാണല്ലേ? ഈ കളറിന് എന്താ പറയുക? സ്കൈ ബ്ലൂ. അങ്ങനെ സ്കൈ ബ്ലൂ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ എന്താണ് ഡീറ്റെയിൽസ്? എങ്ങനെയാണ് ഇത്? 2019 ZXi ടോപ്പ് വേരിയന്റ് ആണ്. 1.2 ആണ്. 1.2 ടോപ്പ്. ഓക്കെ, ഇതാകുമ്പോൾ 42,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. സിംഗിൾ RC തന്നെയാണ്. സെയിം ഇതും 1 year വാറണ്ടി, 3 ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഒക്കെ കൊടുക്കാൻ പറ്റും. പ്ലസ് ഇപ്പോൾ നമ്മൾ പോപ്പുലറിൽ ഒരു റിട്ടേൺ പോളിസിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വണ്ടി എടുത്തൊരു 3 ദിവസം 200 കിലോമീറ്റർ വരെ കസ്റ്റമർക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കസ്റ്റമർ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു തരികയാണെങ്കിൽ ഫുൾ എമൗണ്ട് റിട്ടേൺ ചെയ്ത് വണ്ടി നമ്മൾ എടുക്കുന്നതാണ്. അതൊരു പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു പോളിസിയാണ്. റിട്ടേൺ പോളിസി എന്ന് പറയും. റിട്ടേൺ പോളിസിയിലൊക്കെ ആഡ് ആവുന്ന ഒരു വണ്ടിയും കൂടിയാണത്. ആണല്ലേ? ഓക്കെ, ZXi ആണല്ലേ? ZXi 1.2 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വില? എങ്ങനെയാണ്? ഇതാവുമ്പോൾ ഏകദേശം ഒരു 5,14,000 രൂപ വരും. 5,14,000 രൂപ. അതെ, ഒരു 4 മുകളിൽ എന്തായാലും ലോണൊക്കെ പ്രതീക്ഷിക്കാമല്ലേ? ഈ വണ്ടിക്കൊക്കെ എത്ര മൈലേജ് ഒക്കെ കിട്ടും? ഇതിന് എങ്ങനെ ഒരു 20 റേഞ്ചിലൊക്കെ കിട്ടും. ഒരു 18 മുതൽ 20 വരെയൊക്കെ എന്തായാലും റേഞ്ചിൽ എന്തായാലും കിട്ടുമല്ലോ അല്ലേ? ടയറൊക്കെ അത്യാവശ്യം പറയാൻ പറ്റുമല്ലേ? ഇത് ടയർ ഫസ്റ്റ് ടയർ തന്നെയാണോ അല്ലെങ്കിൽ സെക്കൻഡ് ആണോ? ഇത് ഫസ്റ്റ് ടയറാണ്. ഫസ്റ്റ് ടയർ തന്നെയാണല്ലേ? അതെ, പക്ഷേ എപ്പോഴും ഒരു 10,000 കിലോമീറ്റർ ഓടാനുള്ള ടയർ ഇതിനെയും ബാക്കിയുണ്ട്. അപ്പം എന്തായാലും ഓൾറെഡി ഇപ്പോൾ 42,000 കിലോമീറ്റർ ആയി. അപ്പോൾ ഈ ഒരു ടയറിൻ്റെ നിലവാരം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നടന്നാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പൊതുവെ എന്താ ഒരു 40,000 കിലോമീറ്റർ ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും ഒരു 10,000 കൂടി ഓടാനുള്ള ടയറും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. ബോഡിയുടെ മുകളിലൊന്നും വലിയ കാര്യമായ പരിക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. നമ്മുടെ അടുത്തത് മാരുതി സുസുക്കിയുടെ അൾട്ടോ ന്യൂ ഷേപ്പ് ആണല്ലേ? അൾട്ടോ 800 തന്നെയല്ലേ? 800 cc വരുന്നത്. KL 52 രജിസ്ട്രേഷൻ. അതെ അതെ. അപ്പോൾ എങ്ങനെയാണ് ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ്? ഇത് 2019 മോഡലാണ്. 19 മോഡലാണ്. ജസ്റ്റ് 2 കൊല്ലം മാത്രമേ പഴക്കമുള്ളൂ. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ? 40,000 കിലോമീറ്റർ. 40,000. ഈ 2010 2 കൊല്ലം കൊണ്ട് 40,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ ഓട്ടം തന്നെയാണ്. ഒരു ആവറേജ് എന്നൊക്കെ പറഞ്ഞാൽ 20,000 ആണ് നമുക്ക് 2 വർഷത്തേക്ക് വരുന്നത്. അപ്പോൾ ചെറിയൊരു ഓട്ടം കൂടുതലുണ്ട്. കറക്റ്റ് സർവീസും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട്. അപ്പോൾ പിന്നെ വലിയൊരു ഇഷ്യൂ പറയാനില്ല. ടയറൊക്കെ ഒരു 10,000 എന്തായാലും ഓടാനുള്ള ടയറും കാര്യങ്ങളുണ്ട്. വേറെ ആക്സിഡന്റോ റീപ്ലേസ് ഒന്നും ഇല്ല, അതൊന്നുമില്ല. ഇത് LXi ആണോ? ഇത് വരുന്നത് VXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ ഒക്കെ വരുന്നുണ്ടല്ലേ? ഓക്കെ, സെൻസർ വരുന്നുണ്ടോ ആ സമയത്ത്? ഇല്ല, സെൻസർ ആ ടൈമില്ല. അത് കഴിഞ്ഞിട്ടാണ് സെൻസർ നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് വില? എങ്ങനെയാണ് പ്രൈസ്? ഇത് ആകുമ്പോൾ ഒരു 3,48,000 രൂപ വരും. 3,48,000 രൂപ വരും. ഓക്കെ, നമുക്ക് ഏകദേശം എത്ര ലോണൊക്കെ കിട്ടും? 3 ലക്ഷം രൂപ ലോൺ കിട്ടും. മാക്സിമം 100% ഒക്കെ ഇതിൽ ലോൺ കിട്ടും. IDBയുടെ 100% വരെ മാക്സിമം ലോൺ കിട്ടാൻ പറ്റും. ന്യൂ ടൈപ്പ് ആയതുകൊണ്ട്. 19 മോഡലല്ലേ? ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? 1 year വാറണ്ടി, 3 ഫ്രീ സർവീസ്. കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ? അതും ഉണ്ടാവും അല്ലേ? ഓക്കെ, 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ടല്ലോ? അതെ അതെ. ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക്. അടുത്തത് ഒരു സ്വിഫ്റ്റ് ആണല്ലേ? പുതിയ മോഡലല്ല, അതിന് മുമ്പേ ഉള്ള മോഡലല്ലേ? ഇത് 2014 മോഡലാണ്. 14 തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് RC, 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണോ? ഡീസലാണ്. VDI ഓപ്ഷൻ ആണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരും. പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് ആക്സസറീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്.
88,000 കിലോമീറ്റർ ഓടിയല്ലേ? 88,000 കിലോമീറ്റർ. മേജർ സർവീസിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ. ടയറിന്റെ നിലവാരമൊക്കെ നമുക്ക് എത്ര ശതമാനം പറയാൻ പറ്റും? ഫ്രഷ് ടയറാണ് കിടക്കുന്നത്. എബോവ് 80% മുകളിൽ എന്തായാലും ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെ എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ലല്ലേ? അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ വില എങ്ങനെയാണ്? ഇതാവുമ്പോൾ നമുക്കൊരു 4,55,000 രൂപ റേഞ്ച് വരും. ആ റേഞ്ച് വരും. നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ പ്രൈസ് തന്നെ. ഇതിന് വാറണ്ടി കൊടുക്കാൻ പറ്റുമോ? ഇത് 14 വാറണ്ടി ഇല്ലല്ലേ? അതായത് ഇപ്പൊ 15 മുതലുള്ള വണ്ടികൾക്കാണ് വാറണ്ടി കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് എന്താ പറയുക, ഒരു വർക്ക്ഷോപ്പ് നാളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുമല്ലേ? ഇതിന് ലോൺ കിട്ടുമല്ലോ അല്ലേ? ഇതിന് ലോൺ കിട്ടും. പക്ഷെ ഒരു 3.5 കിട്ടുമായിരിക്കും അല്ലേ? അത് ചാൻസ് ഉണ്ട്. 3.5. ഓക്കെ. ആ റേഞ്ചിൽ എന്തായാലും നമുക്ക് ലോണൊക്കെ പ്രതീക്ഷിക്കാം. നമുക്ക് എന്തായാലും അടുത്ത മോഡലിലേക്ക് പോകാം. മാരുതി സുസുക്കിയുടെ അൾട്ടോ 800 ആണ് അടുത്തത്. ലാസ്റ്റ് ഇറങ്ങിയ മോഡലല്ല, അതിന് മുമ്പേ ഉള്ള മോഡൽ. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2018 LXI ആണ്. 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കേരളയിലുള്ള വണ്ടി തന്നെയാണ്. 21,000 ഓടിയിട്ടുള്ളൂ. അത്രേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ RC ആണ് വണ്ടി. അപ്പോൾ ഈ സർവീസും കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്നുള്ളത് തന്നെയാണ്. 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ സ്പെയർ കീ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സ്പെയർ കീയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. സർവീസ് ബുക്ക്, സ്പെയർ കീ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ടയറിന്റെ നിലവാരം നോക്കുകയാണെങ്കിൽ ആകെ 21,000 കിലോമീറ്റർ ഓടിയ ടയറാണ്. അപ്പോൾ ഇനി എന്തായാലും ജസ്റ്റ് ഒരു 20,000 കിലോമീറ്റർ കൂടി ഓടാനുള്ള ടയർ ബാക്കി ഉണ്ടാവും. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഒരു സീറ്റ് കവർ ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടല്ലേ? അതെ, സീറ്റ് കവർ, സെന്റർ ലോക്ക്, കട്ട് മാറ്റ്, ഫുൾ മാറ്റ്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിൽ പവർ വിൻഡോ വരുന്നില്ലല്ലോ? 2 ഡോർ പവർ വിൻഡോ വരും. 2 ഡോർ വരുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് റേറ്റ്? ഇതാകുമ്പോൾ നമുക്കൊരു 3,18,000 രൂപ വരും. 3,18,000 രൂപ. ഓക്കെ. നെഗോഷ്യബിൾ റേറ്റ് ആണല്ലോ അല്ലേ? ചെറിയൊരു മാറ്റം നീ ചെയ്യാം. എന്തായാലും ഒരു റേറ്റ് വ്യത്യാസം വരില്ല. ആണല്ലേ? ഓക്കെ. നമുക്ക് ലോണൊക്കെ കിട്ടുമല്ലോ അല്ലേ? ലോൺ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാറണ്ടി കാര്യങ്ങൾ, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ. നമുക്ക് അടുത്ത വാഹനത്തിലേക്ക്. അടുത്തത് ഒരു ഹാച്ച് ബാക്ക്, മാരുതി സുസുക്കിയുടെ ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയാം. ഓക്കെ. ബലേനോ എന്ന മോഡലാണ്. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ബലേനോ ഇത് ഡെൽറ്റയാണ്. 2018 പെട്രോൾ എഞ്ചിൻ. 2018 പെട്രോൾ എഞ്ചിനിൽ വരുന്ന ഡെൽറ്റ ഓപ്ഷൻ. ഡെൽറ്റ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്? ഇത് സെക്കൻഡ് വേരിയന്റ് ആണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസും കാര്യങ്ങളും വരും. ഒക്കെ വരുന്നുണ്ട്. സ്റ്റീരിയോ വരുന്നുണ്ടല്ലോ? സ്റ്റീരിയോ വരുന്നുണ്ട്. ഓക്കെ. അപ്പം 2018 മോഡല്. ഓണർഷിപ്പ് എങ്ങനെയാണ്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ. ഓക്കെ. ടയറിന്റെ നിലവാരം നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ടയർ ആണ്. ഇട്ടിട്ട് ഒരു 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റ് വാറണ്ടി, 3 ഫ്രീ സർവീസും പ്രൊവൈഡഡ് ഒക്കെ ഉള്ള വാഹനം തന്നെയാണ്. അത് ഏറ്റവും നല്ലൊരു സർവീസ് തന്നെയാണ്. കാരണം ഒരു കൊല്ലത്തേക്ക് ധൈര്യമായിട്ട് ഓടിക്കാൻ പറ്റും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തിരിച്ചു കൊണ്ടുവരാം. അപ്പം റേറ്റ് എങ്ങനെയാണ് നിങ്ങൾ? ഇത് 6,25,000 രൂപ വരും. 6,25,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. 2018 മോഡല് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഡെൽറ്റ ഓപ്ഷൻ വാഹനമാണ്. ഒരു 5 lakhന്റെ മുകളിൽ ലോൺ പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? ഇതിന് നമുക്ക് മൈലേജ് സ്വിഫ്റ്റിനാണോ ഇതിനാണോ കൂടുതൽ മൈലേജ് കിട്ടുക? ഏകദേശം സെയിം ആണ്. ഈ സെയിം എഞ്ചിൻ തന്നെയല്ലേ സ്വിഫ്റ്റിലും വരുന്നത്? പെട്രോൾ ആണല്ലോ അല്ലേ? 1.2 ലിറ്റർ അല്ലേ? 1.2 ലിറ്ററിലുള്ള പെട്രോൾ എഞ്ചിനാണ്. സെയിം മൈലേജ് കാര്യങ്ങളാണ്. എന്നാലും സ്വിഫ്റ്റിനേക്കാളും കുറച്ചൊന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. കുറച്ചൊരു വലുപ്പം ഉണ്ടല്ലോ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഓക്കെ. നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. മാരുതി സുസുക്കിയുടെ അൾട്ടോ K10 എന്ന മോഡലാണ് അടുത്തത്. 1000 cc വരുന്ന എഞ്ചിനാണല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2011 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. KL8 വരുന്ന വൈറ്റ് കളർ. തൃശ്ശൂർ രജിസ്ട്രേഷൻ തന്നെയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര? 64,000 കിലോമീറ്റർ. ഓക്കെ. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ് തന്നെയാണ്. സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ആക്സിഡന്റ് ഒന്നും സംഭവിച്ചിട്ടില്ല? റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നുമില്ല. ബോഡിയുടെ മുകളിലും ബമ്പറിന്റെ മുകളിലൊക്കെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അല്ലാതെ വേറെ മേജർ ആയിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും കാണാനില്ല. ടയർ നമുക്ക് ഒരു 10,000 കിലോമീറ്റർ കൂടി ഓടാനുള്ള ടയറും ഉണ്ട്. അപ്പം റേറ്റ് എത്രയാണ്? പ്രൈസ് ഇതാകുമ്പോൾ ഒരു 2 ലക്ഷം രൂപ വരും. 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 2011 മോഡൽ അൾട്ടോ K10 ആണ്. സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ്. അതാണ് ഒരു പ്രത്യേകത. വാറണ്ടി ഉണ്ടാവില്ല അല്ലേ? ഇതിന് വാറണ്ടി വരും. ലോൺ ആണെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ഫിനാൻസ് അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ? ഓക്കെ. ഒരു 1 lakh ഒക്കെ ലോൺ പ്രതീക്ഷിച്ചാൽ മതി. കിട്ടും. ഓക്കെ. നമുക്ക് അടുത്ത മോഡലേ. അടുത്തത് ഒരു സെലീറിയോ അല്ലേ? ഇത് മാനുവൽ തന്നെയല്ലേ? ഇത് മാനുവൽ തന്നെയാണ്. 2017 ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ZXi പെട്രോളിൽ 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ യൂസ് ആണ്. സിംഗിൾ ഓണർ തന്നെയല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ, സിംഗിൾ യൂസ്. കമ്പനി സർവീസ് ഒക്കെ? കമ്പനി സർവീസ് ആണ്. ഫുൾ സർവീസും കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ആക്സിഡന്റ് ഒന്നും വന്നിട്ടില്ല. നല്ലൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ടല്ലേ? അതെ. കുറച്ച് അഡീഷണൽ ആക്സറീസ് ചെയ്തിട്ടുണ്ട്.
നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വാഹനം തന്നെയാണല്ലേ? അതെ, വെൽ മൈൻറ്റൈൻഡ് ആണ് ബൈക്ക്. ടയറിൻ്റെ നിലവാരമൊക്കെ നമുക്ക് എത്ര ശതമാനം പറയാൻ പറ്റും? ടയർ നമുക്ക് എങ്ങനെയൊരു 30-35%. 35%. ഓക്കെ. എവിടെയാണ് രജിസ്ട്രേഷൻ വരുന്നത്? KL50 മണ്ണാർക്കാട് രജിസ്ട്രേഷനുള്ള വാഹനമാണ്. അപ്പം റേറ്റ് എത്രയാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഇതാകുമ്പോൾ നമുക്കൊരു 390 വരും. 3,90,000 രൂപ. 2014 മോഡൽ. 2017 മോഡൽ. സോറി 2017 മോഡൽ സെലേറിയാണ്. 3,90,000 രൂപയാണ് ചോദിക്കുന്ന വില. നെഗോഷ്യബിൾ റേറ്റ് ആണല്ലോ അല്ലേ? ചെറിയൊരു മാറ്റം ചെയ്യാവുന്നതാണ്. ഓക്കെ. ലോണ് ഒരു 3 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ ലോൺ കിട്ടും. 3 ലക്ഷം എന്തായാലും കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒരു 60,000 രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇനീഷ്യൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനമൊക്കെ സ്വന്തമാക്കാൻ പറ്റും. നമുക്ക് അടുത്ത മോഡലിലേക്ക് വീണ്ടും ഒരു ബലേനോ തന്നെയാണ്, വൈറ്റ് കളറിലാണല്ലേ? അതെ. പെട്രോൾ ആണോ ഡീസലാണോ? പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. സിഗ്മ വേരിയന്റ് വരും. സിഗ്മ എന്ന് പറയുമ്പോൾ ബേസ് മോഡൽ, ബേസ് ആണ്. സിഗ്മ ഡെൽറ്റ സീറ്റ. ഓക്കെ. അപ്പോൾ സിഗ്മ വേരിയന്റ് ആണ്. അപ്പോൾ AC, പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ഡോർ, 2 ഡോർ പവർ വിൻഡോ. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ടോ? കമ്പനി സ്റ്റീരിയോ വരുന്നില്ല. അഡീഷണൽ ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. നല്ലൊരു സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2016. 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ. 2016 മോഡലാണ്. 70,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. തെറ്റില്ലാത്തൊരു ഓട്ടം, കുഴപ്പമില്ല. കമ്പനി സർവീസ് അല്ലേ? കമ്പനി സർവീസ് ആണ്. ഓക്കെ. വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും സംഭവിച്ചിട്ടില്ല. ക്ലീൻ വണ്ടിയാണല്ലേ? വണ്ടി ക്ലീൻ. ബോഡിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ടയർ രണ്ടാമത്തെ ടയറാണല്ലേ? സെക്കൻഡ് ടയറാണ്. എന്തായാലും ഒരു 20,000 കിലോമീറ്റർ ഒക്കെ ഓടാനുള്ള ടയറും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. ഇനി നമുക്ക് വിലയിലേക്ക് അടക്കാം. എങ്ങനെയാണ് റേറ്റ്? പ്രൈസ് 4,95,000. 4,95,000 രൂപയാണ് ഇവിടെ പോപ്പുലർ യൂസ്ഡ് കാർസിൽ ചോദിക്കുന്ന വില. തീർച്ചയായിട്ടും അതൊരു നെഗോഷ്യബിൾ റേറ്റ് തന്നെയാണ്. നമുക്ക് ലോണും ചെയ്യാലോ അല്ലേ? ലോണും ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഈ ഒരു വണ്ടിക്ക് മൈലേജ് നമുക്ക് നേരത്തെ കാണിച്ച അതേ വണ്ടി പോലെ തന്നെ സെയിം എഞ്ചിൻ തന്നെയാണല്ലോ. ആകെ വേരിയന്റ് മാത്രം വ്യത്യാസം. അത് ഡെൽറ്റ ആണ് വരുന്നത്, ഇത് സിഗ്മയാണ്. ഓക്കെ. ആ വണ്ടി നമുക്ക് എത്രയും റേറ്റ് പറഞ്ഞിരുന്നത്? അത് നമ്മൾ 6,25,000. 6,25,000. 2018 മോഡൽ. ഓക്കെ. ഇത് 16 മോഡൽ വേരിയന്റ്. 4,90,000. ഏകദേശം 1 ലാഖിന് ഡിഫറൻസ് വരുന്നുണ്ടല്ലോ. ഓക്കെ. പോപ്പുലർ യൂസ്ഡ് കാർസിലെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ കാണിച്ച് ഏതെങ്കിലും വാഹനത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു യൂസ്ഡ് കാർ ഷോറൂമിലെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു വെച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട്, പുതിയൊരു ഷോറൂമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു, സൈനിങ് ഓഫ്.